അതുപോലെ തമിഴ്നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോള ഡൈനാസ്റ്റിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും സിദ്ധാന്ത ശൈവ ഫോളോവേഴ്സ് ആയിരുന്നു. ചോളന്മാരുടെ കോൺട്രിബ്യൂഷൻസ് പ്രത്യേകിച്ച് ആർക്കിടെക്ചറിൽ, ടെമ്പിൾ ആർക്കിടെക്ചറിലൊക്കെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും കോൺട്രിബ്യൂഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും ഈ 63 നായനാർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴൊക്കെ ഈ 63 നായനാർമാർക്കും അവിടെ സ്ഥാനം ഉണ്ടാവും. ക്ഷേത്രത്തിൻ്റെ കല, ക്ഷേത്രം ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ ഭഗവാൻ ഇത് മനുഷ്യനാൽ നിർമ്മിതമായതാണല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്കൊരു ക്ഷേത്രം അതുപോലെ പണിയാൻ പറ്റുന്നില്ല. അപ്പം ഈ ഗോപുരങ്ങളും ഇതൊക്കെ പ്രത്യേകിച്ച് ചോളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമാണ്. ഇന്ത്യയിൽ വേറെ എങ്ങും ചെന്നാൽ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ കാണാനും നമുക്ക് കഴിയത്തുമില്ല. അപ്പോഴാണ് നമ്മൾ കേരളത്തിൽ കുറേ ആധുനിക ആൾക്കാർ പറയുന്നത് കേരളത്തിൽ പല കാവുകളും ക്ഷേത്രമാക്കി മാറ്റിയത് ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്, വൈഷ്ണവിസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ഉള്ളത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ്, ഇന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ശൈവ ഫിലോസഫേഴ്സ് ഫോളോ ചെയ്തിട്ടുള്ള, ശൈവേറ്റുകൾ ഫോളോ ചെയ്തിട്ടുള്ള ശൈവിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമല്ല ക്ഷേത്രം എന്നും, ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികരുടെ കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ക്ഷേത്രം എന്നുള്ളത് മനസ്സിലാക്കാം. തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഒരു യന്ത്രം പോലെയാണ് ക്ഷേത്രം എന്നുള്ളത്. ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ച് ആഴ്ന്ന് പഠിച്ചാൽ മനസ്സിലാവും. ഇതം ശരീരം കൗന്ദയ ക്ഷേത്രം വിദ്യാവിധീയത എന്നുള്ള ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ആ ഒരൊറ്റ ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവും. അല്ലാതെ ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാവുകൾ ക്ഷേത്രമാക്കിയതല്ല. അത് പറഞ്ഞത് ആരായാലും അത് ശരിയല്ല. അപ്പോൾ അത് ദ്രവേഡിയൻ ദേശമാണെന്നൊക്കെയുള്ള 63 നായനാർമാരുമായിട്ടുള്ള കഥകളും, അതുപോലെ ഓൾഡ് ദ്രാവിഡ ദേശം ഏതാണെന്നും അത് എത്ര മുതൽ എത്ര വരെയാണുള്ളതെന്നും പിന്നീട് ഇവിടുത്തെ വളർച്ചയും ഇവിടുത്തെ ഫോക്ലോറുകളുമായിട്ട് തന്ത്രം ബന്ധപ്പെട്ട് വളർന്നിട്ടുള്ളതും ഒക്കെ ഒന്ന് പഠിച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആ വിഷയത്തിൽ കിട്ടുകയും ചെയ്യും. സിദ്ധാന്ത ശൈവസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനവധി ഉപഭാഗങ്ങളുണ്ട് കേട്ടോ. വാസ്തവത്തിൽ ഞാൻ വിസ്താര ഭയത്താൽ അങ്ങ് വീടുവായി. ഇപ്പം തന്നെ ഈ വിഷയം എത്ര മിനിറ്റായെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയും ഇതിൻ്റെ ഉപഭാഗങ്ങളെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. പക്ഷേ വിസ്താര ഭയത്താൽ വിടുകയാണ്. നിങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടെങ്കിൽ, ഇത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ആ ഒരു ചോദന ഉണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞ ബുക്സുകളൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് കുറേ തെളിച്ചങ്ങളും കുറേ വഴികളുമൊക്കെ തെളിഞ്ഞു വരികയും ചെയ്യും.